ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാണ് സ്പെസിഫിക്കായി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ആ നിലയിൽ അത് വിശദീകരിച്ച് വെക്കാനൊക്കെ കഴിയും. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് എന്താണ് ചെയ്യാതിരുന്നത്, എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു പ്രശ്നം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രം സ്പെസിഫിക്കായി വരികയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായ കരാറിലെ വളരെ സുപ്രധാനമായ ക്ലോസുകളുടെ അടിസ്ഥാനത്തിൽ പോകേണ്ടത് നിയമപരമായ പരിശോധനയിലേക്ക് അതിവേഗം നടത്തേണ്ട നീക്കങ്ങൾ ഇതുണ്ടായിട്ടില്ല. പോട്ടെ, ഈ എന്താണ് തെറ്റ് ചെയ്തത് എന്നത് ഈ 50 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ സർക്കാരിലേക്കാകെ നമ്മൾ കൺവെർട്ട് ചെയ്താൽ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ 50 ദിവസം കണ്ട് ഏതാണ്ട് 1 ഡസൻ എന്ന നിലയിൽ നമ്മൾക്ക് അതിനെ കാണാവുന്നതല്ലേ? എന്ത് തെറ്റാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമില്ലേ? 1 ഡസൻ തെറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിൽ ഇത് മനസ്സിലാക്കാത്തയാളല്ലല്ലോ ഏതായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇത് മനസ്സിലാക്കാത്ത ആളല്ല സതീശൻ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഒരു സാഹൂതം വീക്ഷിച്ച ഒരാളാണ് ഞാൻ. കാരണം എത്ര അസത്യങ്ങൾ അദ്ദേഹം പറയുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് കാണുന്നത്. ആ സത്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് തെറ്റാണ് ചെയ്തത്, അതായത് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ടിന്റെ കരാർ ലംഘിക്കുന്ന ഒരു കമ്പനിയുമായി വളരെ നിശ്ചിതമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് നാളെ ഗവൺമെന്റിന് അനുകൂലമായിട്ട് എന്തെങ്കിലും കൂടുതൽ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധന നടത്തേണ്ടതിന് പകരം യഥാർത്ഥത്തിൽ സതീശനൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് യാതൊരു വിധത്തിലുള്ള വയലേഷനും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ വൈകുന്നേരം ചർച്ചയ്ക്ക് വരുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് യാതൊരുവിധ വയലേഷൻ നടത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റക്കെടുത്തത് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എക്സൈസ് ഈ മദ്യത്തിന്റെ തീരുവ കുറക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ടില്ല, മന്ത്രി അറിഞ്ഞിട്ടില്ല. അതുപോലെ മറ്റേ കെ ബി പ്രദീപിനെ നിയമിക്കാൻ തീരുമാനിച്ചു സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായിട്ട് ദേവസ്വം ബോർഡിലേക്ക്. പക്ഷെ ആ മന്ത്രി അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റക്കെടുത്തത് എന്ന് ഏഷ്യാനെറ്റ് ലേഖകരോട് ചോദിച്ചിട്ട് ചൂടാവുകയാണ്. ഇതിനൊക്കെ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്ന കാരണങ്ങളുണ്ട്. ഞാനത് വിശദമായി പറയാം. ഇതുകൂടാതെ അദ്ദേഹം ഏറ്റവും ഒടുവിൽ അടിച്ചൊരു അടി കൂടി കേൾക്കണം. അതെന്ന് പറയുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരാളാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ഇത്ര പച്ചയായി അദ്ദേഹത്തിന് ഇതെങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. കാരണം ഈ കേരളത്തിൽ അത്യന്തം അപകടകരമായ അതേപോലെ തന്നെ നമ്മളിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ രസകരമായി കണ്ടു നിൽക്കാൻ കഴിയുന്ന കാരണങ്ങളുണ്ട്. ഈ ലോകത്തെവിടെയും എങ്ങനെയാണ് ഒരു ഇമേജ് ബിൽഡിംഗ് നടക്കുന്നത്, ഒരു പ്രതീതി നിർമ്മാണം നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ പ്രസിഡന്റായിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ, അദ്ദേഹം ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു മുത്തച്ഛനായി അവിടെ ടിക്ടോക്ക് വീഡിയോകളിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രതീതി നിർമ്മാണമാണ് കേരളത്തിൽ നടക്കുന്നത് പല മീഡിയകളുടെയും സഹായത്തോടു കൂടി. അതിന് ഞാൻ 1-2 കാര്യങ്ങൾ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറയാം. ആ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ, അതായത് നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യം പോലും അത് തെറ്റാണ് എന്ന് ഇദ്ദേഹം പ്രചരണത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിൽ അതേപോലെ അദ്ദേഹം അസത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനത് വിശദീകരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഓർമ്മയുണ്ടാവും. ആ പുതുപ്പള്ളി വലിയ വിജയം, 61% വോട്ട് നേടി 37,000 വോട്ടിൽ നേടി വിജയിച്ചതിന് ശേഷം ഈ ഒരു വാർത്താ സമ്മേളനം നടത്താൻ വരുമ്പോൾ കെ സുധാകരനും വി.ഡി. സതീശനും തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നു. ഞാൻ ആദ്യം സംസാരിക്കും, ഞാനാണ് ഒന്നാമൻ, അല്ല ഞാൻ ആദ്യം സംസാരിക്കും എന്ന് പറഞ്ഞ് തർക്കം ഉണ്ടാകുന്നു. ഈ തർക്കമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ദേഷ്യത്തോടുകൂടി ഈ മൈക്കെല്ലാം കെ സുധാകരന്റെ അടുത്തേക്ക് നീക്കി വെക്കുന്നു. കെ സുധാകരൻ പറയുന്നു, ഞാൻ പറഞ്ഞു തുടങ്ങാം, നിങ്ങൾ പിന്നീട് പറയണമെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ സംസാരിക്കുന്നില്ലെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ ഒരു ഇംഗ്ലീഷ് ചോദ്യം വന്നപ്പോഴേക്കും ആ ചോദ്യം ഒരു പണി കിട്ടിയല്ലോ എന്നുള്ള മട്ടിൽ സതീശൻ മിണ്ടാതിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹം നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ഓർമ്മയുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ കെ സുധാകരനോട് പറഞ്ഞു നിങ്ങൾ സംസാരിക്കുന്നു, കെ സുധാകരൻ എന്നെ നിർബന്ധിച്ചു ഞാൻ സംസാരിക്കാൻ, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൽ അദ്ദേഹം വിജയിച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഇത് കൂടാതെ ഇനി അടുത്ത ഘട്ടം എന്താ,
സമരാഗ്നി എന്ന് പറയുന്നൊരു ജാഥ കെ സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും കൂടി നയിച്ചു. അപ്പോൾ അതിൽ ആലപ്പുഴയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അതിലുണ്ടായിട്ടുള്ള വാക്കുകൾ ഞാനിവിടെ പറയുന്നില്ല. ആ പറയുന്നത് വളരെ മോശപ്പെട്ട പദങ്ങളുണ്ടായി. അതായത് പ്രതിപക്ഷ നേതാവ് എവിടെ പോയി കിടക്കണേണ് എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞത് മലയാളികൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചീത്ത വർത്താനാണ്. ആ വർത്താനം പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഇദ്ദേഹം വന്ന് ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങൾ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ തമ്മിൽ ഇങ്ങനെയൊക്കെയല്ലേ വിളിക്കാറ് എന്ന് പറഞ്ഞ് അദ്ദേഹം ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതും ആളുകൾ എന്ത് ചെയ്തു, ക്ഷമിച്ചു. ഇനി ഇതിന് ശേഷം പുതുയുഗ യാത്ര എന്ന് പറയുന്നൊരു യാത്രയിൽ അദ്ദേഹം കോഴിക്കോട് എത്തി നിൽക്കുമ്പോൾ ഷാഫിയെ, അവിടെ MP ആയിട്ടുള്ള ഷാഫിയെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചില്ല. ഈ പ്രസംഗിക്കാൻ ക്ഷണിക്കാതിരുന്ന ഷാഫി അവിടെ ദേഷ്യപ്പെടുന്നതും ഒരു ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി പിടിച്ചു മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷവും അദ്ദേഹം നമ്മളോട് പറയുന്നൊരു അസത്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കള്ളം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് ഷാഫി തന്നെ പറഞ്ഞു ഞാൻ പ്രസംഗിക്കുന്നില്ല, സമയം പോയില്ലേ, പ്രതിപക്ഷ നേതാവ് മാത്രം പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നാണ്. ഇതും കഴിഞ്ഞ് നാലാമത്തെ ഒരു ഇൻസിഡന്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം. പറഞ്ഞു പോയാൽ തീരില്ല. നാലാമത്തെ ഒരു ഇൻസിഡന്റ്, കെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം സതീശൻ വന്നിട്ടൊരു ബൈറ്റ് കൊടുക്കുകയാണ്, ഇതിനെക്കുറിച്ച് റെസ്പോൺസ് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകം, യഥാർത്ഥത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കെ സുധാകരൻ ഇട്ടതല്ല, അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ അറിയില്ല, ഫേസ്ബുക്ക് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു കളഞ്ഞു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ വന്നിട്ട് പറയുന്നു, ഇടയ്ക്കൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ കെ സുധാകരനുമായിട്ട് സംസാരിച്ചു, അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഇതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ വന്നിട്ട് പറയുന്നു ആ പോസ്റ്റ് ഞാൻ തന്നെ ഇട്ടതാണ്, എന്നോട് ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതുപോലെ നമ്മളെ കൺമുമ്പിൽ കണ്ട സത്യങ്ങളെ പോലും നുണയാണ് എന്നുള്ളത് പറഞ്ഞു ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിൻ്റെ കോൺഫിഡൻസിലാണ്. അതായത് ലോകത്തൊരിടത്തും നടക്കാത്ത പോലെ, ഈ ഗീബൽസ് ഒക്കെ പോലും ഒന്നുമല്ല, അതുപോലെയുള്ള കോൺഫിഡൻസിലാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഇതുപോലെ മുഖത്തു നോക്കി അസത്യങ്ങളുമായി വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊന്ന് ആലോചിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. യഥാർത്ഥത്തിൽ ആ രീതികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പം അദ്ദേഹം ഒരു പട്ടാളത്തിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യുന്ന ആളുകൾ സാധാരണ ഒരു പുളു അടിക്കുന്നത് പോലെ വേണമെങ്കിൽ നമുക്കത് കേട്ടിരിക്കാമായിരുന്നു. അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ. പക്ഷെ നമ്മുടെ ദൗർഭാഗ്യത്തിന് അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും താങ്കൾ ഇത്തരത്തിലുള്ള അസത്യ പ്രസ്താവനകൾ നിർത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതും മണിക്കൂറുകൾ പോലും ആയുസില്ലാത്ത പൊളിഞ്ഞു വീഴുന്ന അസത്യ പ്രചരണങ്ങൾ. ശരി.